ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൈനാപ്പിൾ കൊണ്ട് നമുക്ക് 4 പേർക്ക് കുടിക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തതാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നല്ല ചൂടുള്ള സമയത്ത് ഈ പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കണ്ടു നോക്കാം. നമുക്ക് സാധാരണ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പൈനാപ്പിൾ നല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമുക്ക് ജ്യൂസ് ഒന്ന് നോക്കാം. നന്നായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് അടിച്ചെടുത്ത പൈനാപ്പിൾ നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം. പൈനാപ്പിൾ നല്ലതുപോലെ അടിഞ്ഞിട്ടുണ്ട്. ഒട്ടും പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. പകുതി എടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സിയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നന്നായിട്ട് പഞ്ചസാരയും ലൈമും കൂടി ഇട്ട് അടിച്ചെടുത്തു. നമ്മൾ എല്ലാ ജ്യൂസും കൂടി ഒഴിച്ചാൽ ഇത് നിറഞ്ഞു കാണും. അതാണ് ഞാൻ 1 കപ്പ് ജ്യൂസ് എടുത്തത്. ഈ പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുക്കുന്നത് ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ഇതുപോലെ ഡൈല്യൂട്ട് ആയില്ലെങ്കിൽ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. സാധാരണയുള്ള ജ്യൂസിനെക്കാട്ടി വ്യത്യസ്തമായിട്ടുള്ളൊരു ജ്യൂസാണിത്. നല്ല ഡൈല്യൂട്ടാണ്. എന്നാൽ പൈനാപ്പിളിൻ്റെ രുചിയും ലൈമിൻ്റെ രുചിയും ആവശ്യത്തിനുള്ള മധുരം എല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു ഈ സമ്മർ കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിതിനെയും ഗ്ലാസ്സുകളിലേക്ക് പകർത്താം. ഇനി ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമില്ല. നല്ലതുപോലെ തണുത്ത ജ്യൂസാണിത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ്. നോക്കിക്കേ, ഒട്ടും അതിനകത്ത് പൈനാപ്പിൾ കട്ടിയായിട്ടൊന്നുമില്ല. ഒരു 4 പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് നമ്മളൊരു ഇടത്തരം പൈനാപ്പിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.